ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഇട്ടു. ഞാനപ്പോൾ അവനോട് ചോദിച്ചടാ എനിക്കൊരു 10% നിൻ്റെ ഷെയർ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ഷെയർ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും പുള്ളിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നീ എനിക്കിതെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഈ എങ്ങനെ ഒരു കുറച്ച് നല്ലതാണെന്ന് തോന്നുന്ന ഒരു പ്രൊജക്റ്റിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എങ്ങനെ റിട്ടേൺ എടുക്കാം. അപ്പം ഫേസ്ബുക്കിലെ ഒരു കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫേസ്ബുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന ഒരാളുണ്ട്, ഡേവിഡ് ഷോയ്. പുള്ളിക്കാരൻ പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് ഫേസ്ബുക്ക് 2 ഓപ്ഷൻസ് കൊടുത്തു. ഒന്നെങ്കിൽ $60,000 നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് തരാം, അതല്ലെങ്കിൽ 0.25% ഓഫ് ഷെയർ ഫേസ്ബുക്കിന് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ പോടാ അവിടെ നിന്ന് നീ മര്യാദയ്ക്ക് പൈസ ഇട് എന്ന് പറഞ്ഞാനേ. പക്ഷേ ഈ ഡേവിഡ് ഷോ എന്ന് പറയുന്ന ആളന്ന് ഓക്കെ ഫോർ ഷെയർസ് എന്ന് അന്ന് തീരുമാനിച്ചു. 2005 2006 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, 2007 അതിനുശേഷം 2011 ഫേസ്ബുക്ക് ലിസ്റ്റ് ചെയ്തു. 2023 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നിരുന്ന ഷെയർ, ഇതുവരെ ആ ഷെയർ അദ്ദേഹം വിറ്റിട്ടില്ല കേട്ടോ. അന്നിരുന്ന അതേ ഷെയറിന് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് $200 മില്യൺ. $200 മില്യൺ അതിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. ഞാനും ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അന്ന് അയാൾ കാണിച്ച ആ തോട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വരണം. ഇപ്പം കൂലിപ്പണിക്ക് പോകുന്നവനാണെങ്കിൽ പോലും നല്ലൊരു സ്ഥാപനത്തിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പൈസയ്ക്ക് പകരം കുറച്ച് ഷെയർ തന്നൂടെ എന്ന് ചോദിക്കുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് കാര്യങ്ങൾ മാറണം. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് ഷെയർ, എനിക്ക് ഈ പൈസ വേണ്ട, എനിക്ക് ഞാൻ എത്ര ദിവസം അവിടെ പണിയെടുക്കാം, അതെനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് ഷെയർ തന്നൂടെ എന്ന് ചോദിക്കുന്ന സ്റ്റേജിലോട്ട് കാര്യങ്ങൾ മാറണം. അപ്പോൾ അങ്ങനെ മാറാനും അതുപോലെ നമ്മുടെ കയ്യിലുള്ള പൈസ കുറച്ചൊക്കെ ആണെങ്കിൽ, ഒരുപാട് വലിയൊരു എമൗണ്ട് അല്ല, കുറച്ചെങ്കിലും ആണെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പൊട്ടൻഷ്യൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അത് നടത്തിയതിന് ശേഷം, എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നടത്തിയതിന് ശേഷം അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും, എനിക്കുള്ള പോലെ. അതുകൊണ്ട് ഈ പ്ലാനറ്റ് ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഡൊണേഷൻ ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ, കമ്മ്യൂണിറ്റിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ഡൊണേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അവർക്കും അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും പുറമേ ഉള്ള ആളുകൾക്കും നമ്മൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം എന്നുള്ള കാര്യത്തെ ബേസ് ചെയ്തിട്ടൊരു ക്ലാസ് വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2,000 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം, അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഡൊണേഷൻ ചെയ്ത ആളുകൾക്ക് ഈ ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കാരണം അവർ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റി കേരളത്തിൽ വരണം, അങ്ങനെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കണം, ഒരുപാട് പ്രൊജക്റ്റുകൾ വലുതാവണം, ഡെവലപ്പ് ആവണം, ഇൻവെസ്റ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ അറിയണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിട്ടേൺസ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച്, എല്ലാത്തിനും പുറമെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആഗ്രഹിച്ച് ഇതിൽ കണ്ണും പൂട്ടി ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളങ്ങനെ ചെയ്ത് പോകുന്നുണ്ട്, പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് അവർക്ക് ഫ്രീ ആണ്. നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളെ നമുക്ക് കൊണ്ടുവന്ന് ഒരു ഓൺലൈൻ സെക്ഷൻ 2.5 മണിക്കൂർ നമുക്ക് നടത്തണം. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് കുറച്ച് പൈസയൊക്കെ നമുക്ക് ചിലവാകും. എന്നിരുന്നാൽ പോലും ബാലൻസ് വരുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും, അതിനിപ്പോൾ നമുക്ക് സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അപ്പം അതിനും പല ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ സമാഹരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു പവർഫുള്ളായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഇവിടെ കേരളത്തിൽ കൊണ്ടുവരണം. ഇനി അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്ന വേണ്ടി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം എന്ന് ചിലപ്പോൾ തോന്നും. അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റ് ഐ ഡി ഞാൻ താഴെ കൊടുക്കാം. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളായിട്ട് ബന്ധപ്പെടും. നിങ്ങൾ പൊട്ടൻഷ്യലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരെയും നമുക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പൊട്ടൻഷ്യൽ വേണം. ആ പൊട്ടൻഷ്യലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് സ്റ്റാഫുകൾ സംസാരിക്കും, കമ്മ്യൂണിറ്റിയുടെ സ്റ്റാഫുകൾ സംസാരിച്ചതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ പെർമിഷൻ തരും. അപ്പം അങ്ങനെ പൊട്ടൻഷ്യലുള്ള ആളുകളുടെ ഒരു ക്ലബിലേക്കും കൂടിയാണ് നിങ്ങൾ ജോയിൻ ആവുന്നത്. അത് വലിയ താമസമില്ലാതെ ഈ 1 വർഷം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇവർക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചത്. ഇപ്പം നമ്മുടെ എക്സ്പോർട്ട് ബേസിക് ക്ലാസ്സുകൾ ഞാൻ തന്നെ നേരിട്ട്, എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ് ഞാൻ എടുത്തു. ഇതെനിക്ക് അറിയില്ലാത്ത സബ്ജക്റ്റാണ് നമ്മൾ വേറെ ആളുകൾ കൊണ്ട് എടുപ്പിക്കുന്നത്. കുറച്ചൊക്കെ അറിയുന്നുള്ളൂ, വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. ആ ക്ലാസ് എനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ എക്സ്പോർട്ട് ബേസിക്സിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ട് അവരിലൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും അവർക്ക് പിന്നീട് അങ്ങോട്ട് വേണമെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആലോചിക്കുന്നത് ഇവർ തമ്മിൽ പിന്നീട് ഒരു മീറ്റിങ്ങുകൾ വയ്ക്കാനും അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു കാര്യമാണ്.
അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി, ഇൻവെസ്റ്റേഴ്സ് പൊട്ടൻഷ്യൽ ആളുകളുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ, ഇതിലെങ്ങനെ റിട്ടേൺ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള ക്ലാസ് ഉടനെ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും കൺവീനിയൻസ് ആയിട്ടുള്ള നല്ലൊരു സമയം തന്നെയായിരിക്കും അതിന് നമ്മൾ ഫിക്സ് ചെയ്യുക. വലിയ താമസമില്ലാതെ തന്നെ വളരെ അടുത്ത് തന്നെ ഈ ക്ലാസ് ഉണ്ടാവും. ഡേറ്റ് എല്ലാം പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. 2000 രൂപയാണ് അതിന് ഫീസ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവർ നിർബന്ധമായിട്ട് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം. അവർക്ക് ഫീസൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പുതിയ വാർത്തകൾ. താങ്ക് യു സോ മച്ച് വാച്ചിങ് മീ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.